നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുറേനിയം സമ്പുഷ്ടീകരിക്കും, മിസൈൽ പരീക്ഷണങ്ങൾ ശക്തമാക്കും. ഇസ്ലാമാബാദിൽ നടന്ന ആദ്യ മണിക്കൂറുകളിലെ ചർച്ചകളിൽ ഈ നിലപാടിൽ ഉറച്ച് ഇറാൻ. ചർച്ച പാളി, അമേരിക്കൻ സംഘം കലിതുള്ളി നിൽക്കുന്നു. എന്നാൽ ഇറാൻ സംഘത്തിന് ഇസ്ലാമാബാദിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ തലമണ്ട പിളരുന്ന ഒരു അടിയാണ് ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത്. ഇറാന്റെ ശക്തി കേന്ദ്രം, അവശേഷിക്കുന്ന സഖ്യം ഹിസ്ബുള്ള കോട്ടകളിൽ തീതുപ്പുകയാണ് ജൂതപ്പട. പാകിസ്ഥാനിലെ ചർച്ചയിൽ ഇറാൻ പ്രധാനമായും ഉയർത്തിയ ആവശ്യം എത്രയും പെട്ടെന്ന് ലബനനിലെ ആക്രമണം ഇസ്രയേൽ നിർത്തണം എന്നായിരുന്നു. കാരണം യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഇറാന് ആകെ കരുത്ത് ഹിസ്ബുള്ളയാണ്. അവരെയാണ് ഇസ്രയേൽ അടിച്ചു തീർത്തുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ സ്വയം സജ്ജരാകാനും ആയുധം കൊടുത്ത് ഹിസ്ബുള്ള സംഘത്തെ ശക്തരാക്കാനും കണക്ക് കൂട്ടിയ ഇറാന് ഇസ്രയേലിന്റെ ലബനൻ ആക്രമണം തിരിച്ചടിയാണ്. കരാറുകൾ അംഗീകരിക്കാതെ മാറി നിൽക്കുന്ന ഇറാനുള്ള മറുപടിയാണ് ലബനനിൽ ഇസ്രയേൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്ന അടുത്ത മണിക്കൂർ ചർച്ചകളിൽ ഇറാന്റെ നിലപാട് എന്തായിരിക്കും? അതിനുവേണ്ടി നല്ല 8ന്റെ പണികളാണ് ഇസ്രയേൽ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. തല പിളരുകയാണ് ടെഹ്റാൻ ഭരണകൂടത്തിന്. ഇനി ഇറാന്റെ നിലപാട് പോലിരിക്കും ഹിസ്ബുള്ളയുടെ ആയുസ്. തെക്കൻ ലബനനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ സൈനിക നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ. സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ ലബനന് നേരെ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. അതിർത്തി ഗ്രാമങ്ങളിലെ വീടുകൾക്കുള്ളിൽ ഹിസ്ബുള്ള ഒളിപ്പിച്ചിരിക്കുന്ന ആയുധങ്ങളും സൈനിക സൗകര്യങ്ങളും ലക്ഷ്യമിട്ടാണ് ഈ നടപടിയെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വിശദീകരണം. തെക്കൻ ലബനനിലെ വലിയൊരു പ്രദേശം പിടിച്ചെടുത്ത് ലിതാനി നദി വരെ ഒരു സുരക്ഷാ മേഖല സ്ഥാപിക്കാനാണ് ഇസ്രയേൽ പദ്ധതിയിടുന്നത്. ഇതിന്റെ ഭാഗമായി ലബനനിലെ അതിർത്തി ഗ്രാമങ്ങളിലെ വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച് നിയന്ത്രിത സ്ഫോടനങ്ങളിലൂടെ തകർക്കുന്ന രീതിയാണ് ഇസ്രയേൽ സൈന്യം പിന്തുടരുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. ലബനനിലെ തായ്ബെ, നഖൂറ, ദൈർ, സൈരിയൻ എന്നീ ഗ്രാമങ്ങളിൽ ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ നടന്നതായി ഇസ്രയേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റു പല അതിർത്തി ഗ്രാമങ്ങളിലും സമാനമായ രീതിയിൽ സ്ഫോടനങ്ങൾ നടക്കുന്നതായി ലബനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയിലെ റഫയിലും ബെയ്ത് ഹനൂനിലും നടപ്പിലാക്കിയ അതേ മാതൃകയിൽ അതിർത്തി ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളും നശിപ്പിക്കാൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പരസ്യമായി ആഹ്വാനം ചെയ്തിരുന്നു. യുദ്ധം ആരംഭിച്ചതു മുതൽ ലബനനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2000 കടന്നതായും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷം സംബന്ധിച്ച് ഇറാനും അമേരിക്കയും പാകിസ്ഥാനിൽ നടത്തിയ ഉന്നതതല ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞത് മേഖലയിലെ സ്ഥിതി വഷളാക്കുമെന്ന ആശങ്ക ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ 3 മണിക്കൂറിനിടെ ലബനനിൽ ഇസ്രയേൽ 200 ഇടത്താണ് ബോംബിട്ടത്. ഇതെല്ലാം ഹിസ്ബുള്ള താവളങ്ങളാണ് എന്ന് IDF ആരോപണം ഉന്നയിക്കുന്നു. ലബനൻ സർക്കാരുമായി വാഷിംഗ്ടണിൽ ചൊവ്വാഴ്ച ചർച്ച നടത്താൻ തീരുമാനമായെങ്കിലും ആക്രമണം നിർത്തില്ല എന്ന നിലപാടിലാണ് ഇസ്രയേൽ. ഒരു മാസത്തിനിടെ 2000-ലേറെ പേരെ ലബനനിൽ ഇസ്രയേൽ കൊല്ലുമ്പോൾ ഇതെല്ലാം ഹിസ്ബുള്ള സംഘം മാത്രമല്ല, അവിടുത്തെ സിവിലിയൻസ് കൂടിയാണ് കൊല്ലപ്പെടുന്നത്. 10 ലക്ഷത്തിലേറെ പേർക്ക് വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ഇസ്രയേലിന് നേരെ വലിയ വിമർശനം രാജ്യങ്ങൾ ഉയർത്തുകയാണ്. കഴിഞ്ഞ 6 ആഴ്ചയായി തുടരുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 248 സ്ത്രീകളും 165 കുട്ടികളും 85 ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നുവെന്ന് ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഏകദേശം 6436 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 100ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. നിലവിൽ ഇറാനിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഈ കരാർ ലബനന് ബാധകമല്ലെന്നാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നിലപാട്. എന്നാൽ കരാർ ലബനനും ബാധകമാണെന്ന് ഇറാൻ വാദിക്കുന്നു. ഹിസ്ബുള്ള മനുഷ്യരെ ചാവേറുകളാക്കി അവരെ കവചമാക്കി മാറ്റുന്നുവെന്ന് ഇസ്രയേൽ വാദിക്കുന്നു. ഇസ്ലാമാബാദിലെ US ഇറാൻ സമാധാന ചർച്ചകൾ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ദിവസം മുതൽ ലബനനിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നതെന്ന് ഇറാൻ ആരോപണം ശക്തമാക്കുന്നു. തെക്കൻ ലബനനിലെ കരസേനാ നീക്കത്തിന് പിന്തുണ നൽകാനായി ഇസ്രയേൽ വ്യോമസേന വ്യാപക ആക്രമണമാണ് നടത്തുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം ശക്തമാകണം. ലബനനിലെ കടന്നാക്രമണം അവസാനിപ്പിക്കാതെ സമാധാനം സാധ്യമാകില്ലെന്ന് ഇറാൻ വാദിക്കുന്നു. വാഷിംഗ്ടണിൽ ലബനൻ സർക്കാരുമായി ചർച്ചകൾക്ക് നടപടി തുടങ്ങിയതായി പ്രഖ്യാപിച്ച ശേഷമാണ് ഇസ്രയേൽ ഇത്രയും വലിയ ആക്രമണങ്ങളും ശക്തമാക്കുന്നത്. ഇറാനും സഖ്യകക്ഷികൾക്കുമെതിരായ സൈനിക നടപടികൾ തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു. 1979 ശേഷമുള്ള അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റവും വലിയ നേരിട്ടുള്ള ചർച്ചകളാണ് ഇസ്ലാമാബാദിൽ നടക്കുന്നത്.
ഇസ്ലാമാബാദിലെ ചർച്ചകളിൽ ഇസ്രയേൽ പങ്കാളിയല്ല. അമേരിക്കൻ ഇസ്രയേൽ സംയുക്ത സൈനിക നീക്കം ഇറാനിലെ ആണവ മിസൈൽ പദ്ധതികളെ വലിയ തോതിൽ തകർക്കാൻ സാധിച്ചുവെന്ന് അവകാശപ്പെട്ട നെതന്യാഹു യുദ്ധം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ വ്യക്തമാക്കി. എന്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ ഇറാനിലെ ഭീകര ഭരണകൂടത്തെയും അതിന്റെ പ്രോക്സികളെയും പ്രതിരോധിക്കുന്നത് തുടരും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ ബോംബ് ആക്രമണങ്ങൾ തുടരുമെന്ന് തന്നെ ഇസ്രയേൽ സൈന്യവും അറിയിച്ചു. ഇറാനിലെ പുതിയ ഭരണക്കാർ പഴയ ഭരണക്കാരെക്കാൾ തീവ്ര നിലപാടുള്ളവരാണെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ യുദ്ധം പുനരാരംഭിച്ചേക്കുമെന്നും IDF അറിയിച്ചു. ഇസ്രയേൽ പാർലമെന്റിന്റെ വിദേശകാര്യ പ്രതിരോധ കമ്മിറ്റിക്ക് മുന്നിലാണ് IDFന്റെ വെളിപ്പെടുത്തൽ. ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെയാണ് IDFന്റെ വെളിപ്പെടുത്തൽ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നതും. ആയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ളവർ തീവ്ര നിലപാടുള്ളവരാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ സംയുക്ത സൈനിക ആക്രമണത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. അലി ഖമനേയി വധത്തിന് ശേഷം വന്ന പുതിയ ഭരണാധികാരികൾ പഴയ ഭരണാധികാരികളെക്കാൾ തീവ്ര നിലപാടുള്ളവരാണെന്ന് ഇസ്രയേൽ സൈന്യം സ്വകാര്യമായി നടന്ന ഒരു മീറ്റിംഗിൽ പറഞ്ഞത് വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ഇസ്രയേലി മാധ്യമമായ I24 ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇസ്രയേലിന് പ്രതിസന്ധി കൂടിയിരിക്കുന്നുവെന്ന്. പഴയ ആൾക്കാരെക്കാൾ കൂടുതൽ തീവ്ര നിലപാടുള്ളവർ ഭരണത്തിൽ എത്തിയതോടുകൂടി ഇറാൻ വീണ്ടും ഇസ്രയേലിന് വലിയ ഒരു ഭീഷണിയായി മാറുന്നു. ആ ഭീഷണി ഞങ്ങൾ തീർത്തേ മടങ്ങൂ എന്നാണ് ഇസ്രയേലിന്റെ പക്ഷം. ചർച്ച നടക്കെ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാൻ ചില ഗിമ്മിക്കുകൾ ഇതിനിടെ ഇറാൻ പുറത്തെടുക്കുന്നുണ്ട്. ഖത്തറിലടക്കം വിദേശ രാജ്യങ്ങളിലുള്ള ഇറാന്റെ മരവിപ്പിച്ച ബാങ്ക് നിക്ഷേപങ്ങൾ വിട്ടുകൊടുക്കാമെന്ന് US സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതടക്കം തങ്ങൾ വെച്ച മുൻകൂർ ഉപാധികൾ US അംഗീകരിച്ചതുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറായതെന്നും ഇവർ പറയുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ US ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞു. ഉപരോധത്തെ തുടർന്ന് $6000 കോടി ഇറാൻ നിക്ഷേപമാണ് 2018 മരവിപ്പിച്ചത്. ഇത് 2023 വിട്ടുകൊടുക്കാമെന്ന് US സമ്മതിച്ചിരുന്നുവെങ്കിലും 2023 ഒക്ടോബറിൽ ഇറാൻ പിന്തുണയുള്ള ഹമാസ് തെക്കൻ ഇസ്രയേലിൽ ആക്രമണം നടത്തിയതോടെ വീണ്ടും മരവിപ്പിക്കുകയായിരുന്നു. ഹോർമുസിന് മേലുള്ള നിയന്ത്രണ അവകാശം, യുദ്ധം, നഷ്ടപരിഹാരം, പശ്ചിമേഷ്യയിൽ നിന്നുള്ള US സേനാ പിന്മാറ്റം തുടങ്ങിയ ആവശ്യങ്ങളും ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ചർച്ചയ്ക്കിരിക്കേണ്ടത് കൊണ്ട് മാത്രമാണ് ഇറാൻകാർ ജീവനോടെ ഇരിക്കുന്നതെന്ന് ട്രംപ് ഇതിന് മറുപടിയായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഒമാൻ മധ്യസ്ഥതയിൽ നടന്ന 2 ചർച്ചകൾക്കിടയിലും US ഇറാനെ ആക്രമിച്ചിരുന്നു. USനെ വിശ്വാസമില്ലാത്തതിനാൽ കാഞ്ചിയിൽ വിരൽ വെച്ചാണ് ഞങ്ങൾ ചർച്ച നടത്തുന്നതെന്ന് ഇറാൻ സർക്കാർ വക്താവ് TVയിൽ വ്യക്തമാക്കി. ഇതിനിടെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകാൻ ഇറാൻ ഇതുവരെ തയ്യാറാകാത്തത് ചർച്ചകളെ സങ്കീർണമാക്കുന്നുണ്ട്. ഇറാനെതിരെ നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉപരോധം സംബന്ധിച്ച് ഒരു മാധ്യമത്തിൽ വന്ന ലേഖനം ട്രംപ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു. ഇറാൻ വഴങ്ങുന്നില്ലെങ്കിൽ പ്രസിഡന്റിന്റെ കൈവശമുള്ള ആയുധം നാവിക ഉപരോധമെന്നാണ് ലേഖനത്തിന്റെ തലക്കെട്ട്. USന്റെ അന്തിമ നിർദ്ദേശം ഇറാൻ നിരസിക്കുകയാണെങ്കിൽ എണ്ണ കയറ്റുമതി തടയുന്നതിനായി നാവിക ഉപരോധം പരിഗണിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് ഉപരോധ നീക്കം. ഹോർമുസ് ആണവ വിഷയങ്ങളിലെ US നിലപാട് അംഗീകരിക്കാനാകില്ല എന്ന് ഇറാൻ തറപ്പിച്ചു പറയുകയാണ്. USന്റെ കടുത്ത നിലപാടുകളാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്ന് ഇറാൻ അധികൃതർ പറയുന്നു. 14 മണിക്കൂർ നീണ്ട ചർച്ചകൾ തൽക്കാലം അവസാനിച്ചതായും ഇരുപക്ഷത്തു നിന്നുമുള്ള സാങ്കേതിക വിദഗ്ധർ രേഖകൾ കൈമാറുമെന്നും ഇറാൻ സർക്കാർ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ചർച്ചകൾ തുടരുമെന്ന് പോസ്റ്റിൽ പറയുന്നുണ്ടെങ്കിലും ഇതെപ്പോൾ പുനരാരംഭിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടില്ല. ഞായറാഴ്ചയും ചർച്ചകൾ തുടരുമെന്ന് ഇറാൻ സ്റ്റേറ്റ് TV റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ചർച്ചകൾ അവസാനിച്ചോ എന്നതിനെ സംബന്ധിച്ച് US ഇപ്പോൾ പ്രതികരിക്കാത്തതാണ് മറ്റൊരു പ്രതിസന്ധി. അതേസമയം ചർച്ച ഹോർമുസ് കടലിടുക്ക് പ്രശ്നത്തിൽ തട്ടി നിൽക്കുകയാണെന്ന് ഇറാൻ കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചു. USന്റെ 2 യുദ്ധക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ പ്രവേശിച്ചതായും കടലിൽ ബോംബ് വയ്ക്കുന്ന ഇറാന്റെ 28 ബോട്ടുകൾ മുക്കിയതായും അവകാശപ്പെട്ട് US പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നിരുന്നു. കടലിടുക്കിലെ ബോംബ് കെണി നീക്കാൻ യുദ്ധക്കപ്പലുകൾ ഹോർമുസിൽ പ്രവേശിച്ചു എന്ന് US സേനയും വ്യക്തമാക്കി. ഹോർമുസ് കടക്കാൻ ശ്രമിച്ച US യുദ്ധക്കപ്പലുകളെ മടക്കി വിട്ടതായി ഇറാൻ TV പിന്നാലെ വന്ന് റിപ്പോർട്ട് ചെയ്തു. ചർച്ചയിൽ മുഖ്യ ഭിന്നത ഹോർമുസ് ആണെന്നും ചർച്ച 2ാം ഘട്ടത്തിലേക്ക് നീങ്ങിയെന്നും ഇറാൻ കേന്ദ്രങ്ങൾ പറയുകയാണ്. ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയിൽ എന്തു തന്നെ സംഭവിച്ചാലും ഞങ്ങൾ ജയിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഞങ്ങൾ ആ രാജ്യത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ചിലപ്പോൾ അവർ ഒരു കരാർ ഉണ്ടാക്കിയേക്കാം, ചിലപ്പോൾ കരാർ ഉണ്ടാക്കണമെന്നില്ല. എന്നാൽ ഞങ്ങൾക്കതൊരു വിഷയമല്ല.
ഞങ്ങൾ വിജയിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ഇതിനിടെ ടെഹ്റാനിൽ നിന്ന് 3 വിമാനങ്ങൾ പാകിസ്ഥാനിലെ നൂർഖാൻ വ്യോമത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിലാണ് 3 വിമാനങ്ങളും എത്തിയത്. എന്നാൽ എന്തിനാണ് ഈ വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തിയത് എന്നതിൽ വ്യക്തതയില്ല. മെഹ്റാബാദ് എയർപോർട്ടിൽ നിന്നാണ് വിമാനങ്ങൾ പറന്നുയർന്നത്. ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകൾ ഇനിയും അതിനൊരു അന്തിമ രൂപമുണ്ടായിട്ടില്ല. ഒരു തരത്തിലും ഇറാനെ ഈ രീതിയിൽ മുൻപോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ മുട്ടുകുത്താൻ ഞങ്ങളെ കിട്ടില്ല എന്ന് ഇറാനും വാദിക്കുന്നു. ഇതിനിടെ ഇറാനെ മുച്ചൂടും തീർക്കാനായിട്ട് മറ്റൊരു വഴിക്കൂടെ ഇസ്രയേലും ഇറങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.